നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതെ. അപ്പോ അവർക്ക് നമുക്കൊരു ഫീൽ എന്തുവാണ്, നമ്മൾ പേടിച്ചു നിന്ന് അതിനെ എടുക്കുവാണെങ്കിൽ അത് അവരുടെ ഒരു കോൺഫിഡൻസിനും കൂടി ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്റെ 73ാമത്തെ പെരുമ്പാമ്പാണ് ഞാൻ ഇന്ന് രാവിലെ എടുത്ത പെരുമ്പാമ്പ്. അപ്പോ ഇപ്പൊ എനിക്ക് എന്തുവാണ്, ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ശരിക്കും. ഇപ്പൊ ഇപ്പൊ അങ്ങനെ പാമ്പുകൾ പേടിയില്ല. എങ്ങനെയാകും റിയാക്ട് ചെയ്യാന്നൊക്കെ ചിലപ്പം നന്നായി മനസ്സിലായിട്ടുണ്ട്. കാരണം അതെ, 73ാമത്തെ അതെ, പെരുമ്പാമ്പ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ നമ്പർ അല്ലല്ലോ. മാഡം, ഈ അത് ഒരു അതെ. എനിക്ക് തോന്നുന്നൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പിടിച്ച പാമ്പ്, ഏറ്റവും ആദ്യം ഇതുപോലെ കൊട്ടയിലാക്കി കൊണ്ടുപോയ പാമ്പും ഇപ്പോൾ ഒടുവിൽ ഏറ്റവും പിടിച്ച, അങ്ങനെ ആ ഒരു രണ്ട് മൊമെന്റ് ഒന്ന് ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നു? അതെ, ആദ്യം ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഒരു കോഴിക്കോട്ടില് കോഴിയെ വിഴുങ്ങിയിട്ടിരുന്ന ഒരു പാമ്പിനെയാണ്. അതാണ് എന്റെ ആദ്യത്തെ പൈത്തൺ. ആഹാ. അത് പൈത്തൺ. കഴിഞ്ഞിട്ട് ഇപ്പൊ ഉം. അതെ അതെ, ഇന്നാണ് ഞാൻ ഇത് ലാസ്റ്റ് ഇപ്പൊ 73ാമത്തേതാണ് ഇന്ന് രാവിലെ എടുക്കുന്നത്. ഞാൻ ഒരു ദിവസം തന്നെ 3 വരെ എടുത്ത ദിവസങ്ങളുണ്ട്. 3 പെരുമ്പാമ്പിനെ ഒരു ദിവസം, ഒറ്റ ദിവസം റെസ്ക്യൂ ചെയ്ത ദിവസങ്ങളുണ്ട്. ഓഹോ. മറ്റൊന്ന് ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ, ഒരു സാധാരണ ഡ്രസ്സിൽ, അത് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് യൂണിഫോമിലാണ് ഇന്നത്തെ ഈ പാമ്പിനെ പിടിച്ചത്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഒരു ചുരിദാറൊക്കെ ഇട്ട് വന്ന് വളരെ കൂളായിട്ട് പാമ്പിനെ പിടിച്ച് പോകുന്നൊരു വീഡിയോയും ഇതുപോലെ വൈറലാണ്. അതെന്തായിരുന്നു അതെ അതെ സംഭവം? അതെ, അത് ശരിക്കും ഞാനന്ന് ലീവായിരുന്നു, ഞാൻ ആ. ലീവിലായിരുന്നു. അപ്പോ ഞാൻ വേറൊരു ആവശ്യത്തിന് പുറത്ത് പോയതായിരുന്നു. അപ്പൊ ഇങ്ങനെ കോള് വന്നു, ഞാനിവിടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു പാമ്പ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് വിളിച്ചതാണ്. അപ്പോ മീൻസ് ഞാൻ എവിടെ പോയാലും എന്റെ കയ്യിൽ ടൂൾസ് ഉണ്ടാവും, ഉറപ്പായിട്ടും എന്റെ കാറിന്റെ ഡിക്കിയിൽ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ വിളിച്ചു, അപ്പോഴെ തന്നെ പോയി. പിന്നെ വന്നിട്ട് യൂണിഫോമോ അല്ലെങ്കിൽ നമ്മുടെ എന്തുവാ ജീൻസും ഷർട്ടും ഒന്നും ഇടാനുള്ള സമയം പാമ്പ് അവിടെ ഇരിക്കണം എന്നില്ല. അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, കൂടെ നിൽക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങ് പോയതാണ്. പിന്നെ പൈത്തൺ എന്ന് പറയുമ്പോൾ നോൺ വെനമസ് ആണ്, വിഷമില്ല. പക്ഷെ അതെ. അതിനെന്തുവാ കായിക ബലം കുറച്ച് കൂടുതലാണ്. എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതിലും വലിയ ഭാരമുള്ള പാമ്പുകളുണ്ട്. ഞാൻ 45-50 കിലോയോളം വെയിറ്റ് ഉള്ള പാമ്പിനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓഫ്. അപ്പൊ ഇതിപ്പം അങ്ങനെ ഒരു പോകും. ബുദ്ധിമുട്ട്. അതെ, പോകുമ്പോൾ ഒറ്റയ്ക്കാണല്ലോ മിക്കവാറും പോകാറുള്ളത്. അപ്പം ഇത്തരം അതെ, ഈ മിക്കവാറും പാമ്പിനെ ഒറ്റയ്ക്കാണ്. പിടിക്കുന്നിടത്തൊക്കെ ഒരുപാട് ആളുകൾ കൂടാറുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ട്, ആൾക്കാർ നമ്മളിപ്പോ ഒരു ലേഡി ആയതുകൊണ്ട് നല്ല സഹകരണം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉം. അവരുടെ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷെ ഒരു സ്ത്രീ ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാരുടെ എണ്ണം വളരെ അതെ, കൂടുതൽ അതാണ്. അതാണ്. ഇതുപോലെ വേറെ ആൾക്കാരുണ്ടോ ഇതുപോലെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട്? ലേഡീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ പാമ്പിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇപ്പൊ ഒത്തിരി പേർക്ക് ട്രെയിനിങ് കൊടുത്ത് നമ്മുടെ സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പൊ ഒത്തിരി പേര് ഇപ്പൊ വരുന്ന പിള്ളേർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എല്ലാരും വരണം എന്നാണ് എന്റെ അഭിപ്രായം. ഇതിന്റെ ഒരു അതില് ചലഞ്ച് ഫാക്ടർ എന്ന് പറയുന്നത്, നമുക്കും ഒന്നും പറ്റാൻ പാടില്ല, നമ്മൾ പിടിക്കുന്ന പാമ്പിനൊന്നും പറ്റരുത്. അങ്ങനെ രണ്ട് ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും.